Hi all, I am Liana, a second year MBBS student at Tashkent State Medical University. ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും കൂടുതലും എനിക്ക് DM-ൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വൈ ഐ ചൂസ് എബ്രോഡ് MBBS. നീറ്റിന് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എബ്രോഡ് വന്ന് MBBS ചെയ്യുമെന്ന്. ഡോക്ടർ ആവണമെന്ന് അത്രയ്ക്കും ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ 12th കഴിഞ്ഞ് ഒരു 2 കൊല്ലം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു 2 കൊല്ലം. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ കസിൻസിൻ്റെ കല്യാണം കൂടാനോ ഒന്നിനും പോയിട്ടില്ല. എന്താണെന്നറിയില്ല, എല്ലാം പഠിച്ചിട്ട് പോയാലും ആ ഒരു എക്സാമിൻ്റെ ഡേ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ലൈഫിൽ ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ ഒന്നുണ്ടാവും. പിന്നെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, നാട്ടിലൊരു മെഡിക്കൽ സീറ്റ് കിട്ടുക എന്നുള്ളത് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആണ്. പിന്നെ ലിമിറ്റഡ് സീറ്റ്സുമേ ഉള്ളൂ. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ വീണ്ടും 1 ഇയർ കൂടി നീറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ടേക്ക് എ ഡിഫറെൻറ്റ് പാത്ത് ആൻഡ് മൂവ് ഫോർവേഡ്. ഞാൻ MBBS എബ്രോഡ് ചൂസ് ചെയ്തത് അതത്ര ഈസി ആയതുകൊണ്ടല്ല. ഐ ചൂസ് ഇറ്റ് ബിക്കോസ് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഗീവ് അപ്പ് ഓൺ മൈ ഡ്രീം. ന്യൂ കൺട്രി, ന്യൂ ചാലഞ്ചസ്, ന്യൂ ലൈഫ്, ബട്ട് ദ സെയിം ഗോൾ, ബിക്കമിങ് എ ഡോക്ടർ. ഹായ് ഓൾ, ഐ ആം ലിയാന, എ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് താഷ്കെൻറ്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും കൂടുതലും എനിക്ക് DM-ൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വൈ ഐ ചൂസ് എബ്രോഡ് MBBS. നീറ്റിന് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എബ്രോഡ് വന്ന് MBBS ചെയ്യുമെന്ന്. ഡോക്ടർ ആവണമെന്ന് അത്രയ്ക്കും ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ 12th കഴിഞ്ഞ് ഒരു 2 കൊല്ലം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു 2 കൊല്ലം. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ കസിൻസിൻ്റെ കല്യാണം കൂടാനോ ഒന്നിനും പോയിട്ടില്ല. എന്താണെന്നറിയില്ല, എല്ലാം പഠിച്ചിട്ട് പോയാലും ആ ഒരു എക്സാമിൻ്റെ ഡേ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ലൈഫിൽ ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ ഒന്നുണ്ടാവും. പിന്നെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, നാട്ടിലൊരു മെഡിക്കൽ സീറ്റ് കിട്ടുക എന്നുള്ളത് എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആണ്. പിന്നെ ലിമിറ്റഡ് സീറ്റ്സുമേ ഉള്ളൂ. അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് 2 ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ വീണ്ടും 1 ഇയർ കൂടി നീറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ടേക്ക് എ ഡിഫറെൻറ്റ് പാത്ത് ആൻഡ് മൂവ് ഫോർവേഡ്. ഞാൻ MBBS എബ്രോഡ് ചൂസ് ചെയ്തത് അതത്ര ഈസി ആയതുകൊണ്ടല്ല. ഐ ചൂസ് ഇറ്റ് ബിക്കോസ് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഗീവ് അപ്പ് ഓൺ മൈ ഡ്രീം. New country, new challenges, new life, but the same goal, becoming a doctor.